കരൂരിലെത്തിയ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷിന് വേദന സഹിക്കാനായില്ല. ആശുപത്രിയിലെത്തിയ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ പ്രേക്ഷകർ ആദ്യം കണ്ടത് കരൂരിലെത്തിയ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷിന്റെ ഒരു പ്രതികരണമാണ്. നമുക്കറിയാം, മന്ത്രിയായാലും ഏതൊരു വ്യക്തിയായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സാധാരണ മനുഷ്യരാണ്, മാനുഷികമായ വികാരങ്ങൾ, അടിസ്ഥാനപരമായ സ്നേഹം, കരുണ, കാരുണ്യം ഇതൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ അതിനോട് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ആ വേദന നമ്മളും കാണുന്നതാണ്. ഇതിൻ്റെ തുടക്കം മുതൽ പല ദൃശ്യങ്ങളും കാണുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. വൈകിട്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. തങ്ങൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തിനോ ഒക്കെ ഒരു നന്മയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു പോയവരുണ്ടാകാം, അല്ലെങ്കിൽ തങ്ങൾ ആ തിരശ്ശീലയിൽ വെള്ളിത്തിരയിൽ കണ്ട നായകനെ കാണാൻ പോയവരുണ്ടാകാം. എന്തു തന്നെയായാലും ആ പോക്കിനൊടുവിൽ അവർക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് അത് നമുക്ക് കണക്ക് കൂട്ടാൻ ആകാത്തതാണ്. ചെന്നൈയിൽ നിന്ന് റഹീസ് തുടരുകയാണ്. റഹീസെ, നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ തന്നെ ഉറക്കം കെടുത്തുന്ന കാഴ്ചയാണ്. അപ്പോൾ തീർച്ചയായും വിജയ്ക്ക് ഇനി എത്രയോ ദിവസം ഉറക്കം കെടുത്തുന്ന ഒരു രാത്രികളാകാം. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ മാനുഷികമായി അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.